എഴുത്തുകാർക്ക് നമ്മൾ യഥാർത്ഥത്തിൽ സന്ദേശങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കേസ് അവരുടെ കാലം വേറെയാണ്. അവർ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ കൂടുതൽ ദൃശ്യബോധമുള്ളവരും അങ്ങനെയുള്ളവരും നമുക്ക് അവരെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ വഴിയിലൊരു ബുദ്ധനെ കണ്ടാൽ അവനെ കൊല്ലുക. ഇഫ് യു മീറ്റ് എ ബുദ്ധ ഓൺ യുവർ പാത്ത് കിൽ ദ ബുദ്ധ എന്നുള്ള പറയും. അപ്പോൾ അതായത് നിങ്ങൾ ഒരാളെ, ഒരു പുതിയ തലമുറയെ നമുക്ക് വേറെ രീതിയിൽ സന്ദേശം കൊടുത്തിട്ടോ നയിക്കാനോ ഒന്നും പറ്റില്ല. അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്കത്. ചിലപ്പോൾ ഒരു 10,000 പേര് കോടമ്പാക്കത്ത് പോയി ബുദ്ധിമുട്ടുമ്പോൾ ഒരു ജഗതി ശ്രീകുമാർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വലിയ നടൻ ഉണ്ടാവുക. അതുപോലെ ഈ 10,000 പേര് ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ രാജശ്രീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നല്ലൊരു നോവൽ എഴുതി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ആരെയും തടയാൻ പറ്റില്ല. ഇത് പിന്നെ അവനവൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ അവളവൾ തീരുമാനിക്കുന്നത് ഇത് എന്താണ് ഞാൻ എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു സാഹിത്യം എഴുതുമ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണയാണ്. എന്താണ് സാഹിത്യം ലോകത്തും മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ നടക്കുന്നതിലുള്ളൊരു ധാരണയുണ്ടായാൽ നല്ലത്. അതിന് അല്ലാത്തവരും ചിലപ്പോൾ ഇനി എഴുതിക്കൂടുന്നില്ലേ.